വിശ്വാസ പ്രമാണത്തിൻ്റെ നാട്ടിൽ നിഖ്യ സുന്നകദോസിൻ്റെ 1700-ാം വാർഷികം. ടർക്കി ടവലിൻ്റെ ജന്മദേശം. വിശുദ്ധ പത്രോസ്ലീഹായുടെ ഒന്നാം ലേഖനം റോമ സാമ്രാജ്യത്തിലെ ഏഷ്യൻ പ്രദേശങ്ങളായ കപ്പദോക്കിയ, ഗലാത്തിയ, ബിഥുനിയ സഭകളെ ഉദ്ദേശിച്ചുള്ളതാണ്. ബിഥുനിയയുടെ തലസ്ഥാന നഗരമായിരുന്ന നിഖ്യ പിന്നീട് AD 325 ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ സുന്നഹദോസിന് എക്യൂമെനിക്കൽ കൗൺസിൽ സാക്ഷ്യം വഹിച്ചു. ക്രിസ്തുവർഷം 325 നിഖ്യ സുന്നഹദോസ് സമ്മേളിച്ച പള്ളിയുടെ അവശിഷ്ടങ്ങളാണ് ഈ ചിത്രങ്ങളിൽ കാണുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുസ്തന്തീനോസ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ അടുത്ത് തന്നെയാണ് 2014 പുരാവസ്തു ഗവേഷകർ ഈ പുരാതന അവശിഷ്ടങ്ങൾ കണ്ടുപിടിച്ചത്. അതെ, ക്രിസ്തുമതത്തിൻ്റെ വിശ്വാസ പ്രമാണം രൂപപ്പെടുത്തിയ നിഖ്യ സുന്നഹദോസ് സമ്മേളിച്ച സ്ഥലം. മഹത്തായ സുന്നഹദോസിൻ്റെയും വിശ്വാസ പ്രമാണത്തിൻ്റെയും 1700-ാം വാർഷികം ആഘോഷിക്കാൻ ക്രൈസ്തവ ലോകം തയ്യാറെടുക്കുകയാണ് ഈ വർഷം. ആധുനിക തുർക്കിയിലെ ഇസ്നിക് തടാകത്തിൽ കരയോട് ചേർന്ന് ആണ് ഈ കൊട്ടാരത്തിൻ്റെയും പള്ളിയുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. 2024 നവംബർ 13 ഞങ്ങൾ ഇവിടം സന്ദർശിച്ചു. നിഖ്യ പട്ടണത്തിൻ്റെ ഇന്നത്തെ പേര് ഇസ്നിക് എന്നാണ്. ഇസ്താംബൂളിൽ നിന്നും 120 കിലോമീറ്റർ ദൂരമുള്ള ഇസ്നിക് ബുർസ പ്രവിശ്യയിലെ ഒരു പ്രധാന നഗരമാണ്. ഇസ്നിക് സെറാമിക് ടൈൽസ് ലോക പ്രശസ്തമാണ്. മലയാളികൾക്ക് സുപരിചിതമായ ടർക്കി ടവലിൻ്റെ സ്വന്തം നാട് ബുർസയാണ്. 17-ാം നൂറ്റാണ്ടിൽ തുർക്കിയിലെ ബുർസയിലാണ് ടർക്കിഷ് ടവലുകൾ ഉത്ഭവിച്ചത്. പൊതു കുളിസ്ഥലങ്ങളായ ഹമാമുകളിൽ ഉപയോഗിച്ചിരുന്നതിനാൽ അവയെ ഹമാം ടവലുകൾ എന്നാണ് ആദ്യം വിളിച്ചിരുന്നത്. ആധികാരിക ടർക്കിഷ് ടവലുകൾ 100% ടർക്കിഷ് പരുത്തിയിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. BC 301 നഗരം പിടിച്ചടക്കിയ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കമാൻഡറായിരുന്ന ലൈസിമക്കസിൻ്റെ ഭാര്യ നിഖ്യയുടെ പേരാണ് നിഖ്യ നഗരത്തിന് ലഭിച്ചത്. ലൈസിമക്കസ് ഇന്ത്യയിലും അലക്സാണ്ടറുടെ ശക്തനായ പോരാളിയായിരുന്നു. AD 1-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെ റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു. ഡെയ്സിസ്, ഡയോക്ലീഷ്യൻ എന്നീ ചക്രവർത്തിമാരുടെ കാലം ക്രിസ്തുമതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മോശമായ പീഡനകാലമെന്ന് കരുതപ്പെടുന്നു. യേശുവിൻ്റെ ദൈവികതയെയും വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വിവിധങ്ങളായ വിചാരധാരകൾ ക്രിസ്തുമതത്തിൻ്റെ ആരംഭം മുതൽ സാധാരണ വിശ്വാസിയെയും ദൈവശാസ്ത്രജ്ഞരെയും വിഷമിപ്പിച്ചിരുന്നു. അലക്സാണ്ട്രിയയിലെ പാത്രിയാർക്കീസ് അലക്സാണ്ട്രിയോസും പുരോഹിതനായ അറിയോസും ഏരിയസ് തമ്മിൽ യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ആരംഭിച്ച വഴക്ക് വലിയ അഭിപ്രായ വ്യത്യാസമായി മാറുകയും വൈദികരെ 2 പ്രധാന വിരുദ്ധ കക്ഷികളായി വിഭജിക്കുകയും ചെയ്തു. പിതാവായ ദൈവവും പുത്രനും വിഭിന്ന വ്യക്തികളാണെന്ന് അറിയോസ് അവകാശപ്പെട്ടു. പുത്രൻ പിതാവിൻ്റെ അതേ സ്വഭാവമുള്ളവനായിരുന്നില്ല, അതിനാൽ പിതാവിനോട് തുല്യനായിരുന്നില്ല. യേശുവിന് മനുഷ്യ ശരീരമുണ്ടായിരുന്നു, പക്ഷേ മനുഷ്യ സ്വഭാവമല്ല. ക്രിസ്തു ദൈവവുമായി തുല്യനല്ല, മറിച്ച് ഒരു ചെറിയ ദൈവികനാണെന്ന് അറിയോസ് പഠിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് മഹാനായ കുസ്തന്തീനോസ് ചക്രവർത്തി AD 313 ക്രിസ്തുമതത്തെ നിയമവിധേയമാക്കുകയും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്ത മിലാൻ ശാസന എഡിക്റ്റ് ഓഫ് മിലാൻ പുറപ്പെടുവിച്ചത്. AD 325
ചക്രവർത്തി തൻ്റെ സാമ്രാജ്യത്തിലെ പൊതുവായും ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രത്യേകിച്ചും ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെയും അനൈക്യത്തെയും പരിഹരിക്കാൻ പ്രഥമ എക്യൂമെനിക്കൽ കൗൺസിൽ വിളിച്ചുകൂട്ടി. യേശു സാക്ഷാൽ ദൈവമാണ്, സാരാംശത്തിൽ പിതാവിനോട് സമനാണെന്നും ജനിച്ചവനും എന്നാലും ഒരു പുതിയ സൃഷ്ടിയല്ലാത്തവനുമാണെന്ന് നിഖ്യ സുന്നഹദോസ് തീരുമാനിച്ചു. മാമോദീസ, ഈസ്റ്റർ, സഭാഭരണം എന്നീ വിഷയങ്ങളും സുന്നഹദോസിൽ ചർച്ചയായി. അറിയോസിൻ്റെ ഉപദേശത്തെ തള്ളുകയും അറിയോസിനെ സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ആദ്യത്തെ എക്യൂമെനിക്കൽ കൗൺസിൽ എന്നതിന് പുറമെ നിഖ്യ സുന്നഹദോസ്, കൗൺസിൽ ഓഫ് നിഖ്യ 325 AD, ആദ്യത്തെ പൊതുവായ ക്രിസ്ത്യൻ സിദ്ധാന്തം രൂപീകരിക്കുന്നതിൽ കലാശിച്ചു. നൈസിയൻ ക്രീഡ്, അതാണ് ഇന്നത്തെ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ രേഖ. പിന്നീട് AD 381 കുസ്തന്തീനോപ്പോലീസിലും AD 431 എഫേസൂസിലും വച്ചുണ്ടായ സുന്നഹദോസുകൾ വിശുദ്ധ റൂഹ സാരാംശത്തിൽ ദൈവമാണെന്നും പരിശുദ്ധ മറിയം ദൈവമാതാവാണെന്നുമുള്ള സ്പഷ്ടമായ വചനങ്ങൾ ചേർത്ത് വിശ്വാസ പ്രമാണം ഇന്നത്തെ രൂപത്തിൽ അംഗീകരിച്ചു. ഇത് ഇപ്പോഴും കത്തോലിക്ക, ഓർത്തഡോക്സ്, ആംഗ്ലിക്കൻ സഭകൾ തങ്ങളുടെ ആരാധനാക്രമത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. അന്ത്യോക്യയിലെ മോർ ഒസ്താത്തേവോസ്, അലക്സാന്ദ്രിയയിലെ മോർ അലക്സാന്ദ്രിയോസും അത്താനാസിയോസും, എരുശലേമിലെ മോർ മക്കാറിയോസ്, സ്പെയിനിലെ കൊർദോബയിലെ ഹോസിയോസ് എന്നിവരായിരുന്നു സുന്നഹദോസിൽ പങ്കെടുത്ത പ്രധാന പിതാക്കന്മാർ. 318 പിതാക്കന്മാർ സുന്നഹദോസിൽ പങ്കെടുത്തു. നിഖ്യ സുന്നഹദോസിൽ അധ്യക്ഷം വഹിച്ച വിശുദ്ധ ഒസ്താത്തേവോസ് ആണ് മലങ്കരയിലേക്ക് ക്നായ് തൊമ്മയുടെ നേതൃത്വത്തിൽ ഉർഹായുടെ യൗസേഫ് മെത്രാനോടുകൂടി സിറിയൻ കുടിയേറ്റക്കാരെ അയച്ചതെന്ന് വന്യ കണിയാമ്പറമ്പിൽ കുര്യൻ കോറപ്പിസ്കോപ്പ അച്ഛൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഖ്യായിലെ രണ്ടാം സുന്നഹദോസ്. നിഖ്യയിലെ രണ്ടാമത്തേതും ക്രിസ്തു മതത്തിലെ 7ാമത്തേതുമായ സുന്നഹദോസ് കൂടിച്ചേർന്ന പള്ളി നിഖ്യായിലെ ഹായ സോഫിയ ആണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഇസ്താംബൂളിലെ ഹായ സോഫിയ പോലെ തന്നെ ഈ പള്ളിയും ഇപ്പോൾ ഒരു മുസ്ലിം ദേവാലയമാകുന്നു. AD 787 നിഖ്യയിലെ രണ്ടാം കൗൺസിൽ ക്രിസ്തു മതത്തിൽ ആരാധനയ്ക്കുള്ള മാർഗമായി പ്രതിമകളും മറ്റ് കലകളും ഉപയോഗിക്കുന്നതിന് ഔദ്യോഗികമായി അംഗീകാരം നൽകി. കത്തോലിക്ക സഭയും കിഴക്കൻ ഓർത്തഡോക്സ് സഭകളും കൗൺസിലിൻ്റെ തീരുമാനം അംഗീകരിക്കുകയും പള്ളികളിലും പൊതു ആരാധനാലയങ്ങളിലും വീടുകളിലും പ്രതിമകളും ചിത്രങ്ങളും ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഒട്ടുമിക്ക ഓർത്തഡോക്സ് സഭകളും പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങളും നിഖ്യയിലെ രണ്ടാം കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നില്ല. തീർച്ചയായും മികച്ച പ്രകൃതി സൗന്ദര്യമുള്ള ഇസ്നിക് തടാകവും പട്ടണവും ചരിത്രപ്രധാനമായ കണ്ടെത്തലുകളുള്ള ആത്മീയ മൂല്യങ്ങളുള്ള പ്രദേശമായി ക്രൈസ്തവ സമൂഹം എന്നെന്നും കരുതും. വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ വിവിധ സഭാ മേലധ്യക്ഷന്മാരും നിഖ്യ സുന്നഹദോസിൻ്റെ 1700ാം വാർഷികം 2025 മെയ് ആഗസ്റ്റ് മാസങ്ങളിൽ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.